നഷ്ടപ്പെട്ട നോമ്പിൻ്റെ ഫിദിയ കൊടുക്കുമ്പോൾ അത് യത്തീംഖാനയിൽ കണക്കാക്കി കൊടുക്കാൻ പറ്റുമോ എന്നാണ് ശ്രോതാവിൻ്റെ സംശയം. അപ്പോൾ നഷ്ടപ്പെട്ട നോമ്പിൻ്റെ ഫിദിയ കൊടുക്കുമ്പോൾ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടതെന്ന് വിശദമാക്കിയാൽ നന്നായിരുന്നു. നോമ്പ് നോൽക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഇസ്ലാം അനുവദിച്ചൊരു ഇളവാണ് ഫിദിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നിത്യരോഗം, ഒരിക്കലും മാറാത്ത അസുഖം, ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പാലൂട്ടുന്ന സ്ത്രീകൾക്ക് അവർക്ക് കുഞ്ഞിന് പ്രയാസം ഉണ്ടാകുമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ, അതുപോലെ തന്നെ എന്താ പറയുക, രോഗികളായിട്ടുള്ള ആളുകൾ, പിന്നെ അതുപോലെ തന്നെ വാർദ്ധക്യം, അതായത് പ്രായാധിക്യം കൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകൾക്കൊക്കെ നോമ്പിന് പകരമായിട്ട് ഫിദിയ കൊടുത്താൽ മതി. ഫിദിയ എന്ന് പറയുമ്പോൾ ത്വആമു മിസ്കീൻ, ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണമാണ് ഫിദിയായിട്ട് കൊടുക്കേണ്ടത്. അതിൽ ഏറ്റവും അഫ്ളൽ നമ്മൾ വീട്ടിൽ നോമ്പുതുറ ഉണ്ടാക്കിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കുന്ന രൂപം പാകം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളൽ. ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു 1.25 കിലോ തൂക്കം വരുന്ന അരി അവർക്ക് ഒരു നോമ്പിന് ഒരു 1.25 കിലോ എന്നുള്ള നിലക്ക് അരി കൊടുത്താലും മതിയാവുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫിദിയ കൊടുക്കുമ്പോൾ അത് മിസ്കീൻ, പാവപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കേണ്ടത്, അർഹരായ ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. അത് യത്തീംഖാനക്ക് കൊടുക്കുന്നോ മറ്റെവിടേക്ക് കൊടുക്കുന്നോ എന്നതല്ല, മറിച്ച് ആ കൊടുക്കുന്ന വ്യക്തി അതിന് അർഹനാവുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ യത്തീംഖാന എന്ന് പറയുമ്പോൾ യത്തീംഖാനകളിലുള്ള എല്ലാ ആളുകളും മിസ്കീനാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിതാവ് മരണപ്പെട്ടു എന്നുള്ള ആളുകളൊക്കെ, മരണപ്പെട്ട ആളുകളൊക്കെ അനാഥകളാണ്. പക്ഷെ അവര് പൂർണ്ണമായും അനാഥകളാണ് എന്ന് പറയുമ്പോൾ, നല്ല സമ്പന്നനായ ഒരാൾ മരിച്ചാലും അവരുടെ മക്കള് യത്തീം എന്ന് പറയും, പക്ഷെ അവർ സമ്പന്നരായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുട്ടികളും ഈ അനാഥാലയങ്ങളിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ അനാഥാലയങ്ങളിലേക്ക് ഈ നോമ്പിന്റെ ഫിദിയ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന വ്യക്തികൾ അതിന് അർഹതപ്പെട്ട മിസ്കീനുകളിൽപ്പെട്ട ആളുകളാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കൊടുക്കുക എന്നതാണ്. കൊടുക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല, പക്ഷെ ആ കൊടുക്കുന്ന വ്യക്തി അവർ എന്തായിരിക്കണം, അതിന് അർഹരായിരിക്കണം, മിസ്കീനുകളിൽ പെട്ട ആള് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അവർ ആ അർഹരായ ആളുകൾക്കാണ് എങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. അതിൽ ഏറ്റവും അഫ്ളൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ 10 നോമ്പാണെങ്കിൽ 10 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് അവരേക്ക് ക്ഷണിച്ചിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് പാർസൽ രൂപത്തിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം. ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ അരി പോലെയുള്ള പ്രധാന വിഭവം 1.25 കിലോ തൂക്കം വരുന്നത് അതൊരു നോമ്പിന് ഒരാൾക്ക് എന്നുള്ള നിലക്ക് 1.25 കിലോ എന്നുള്ള നിലക്ക് കൊടുക്കാവുന്നതുമാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വല്ലാഹു തആല ആലം.